കൈവെള്ളയിൽ ഒതുക്കാനും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനൊക്കെ പുതിയ ആൾക്കാർ. ഇനി എന്നെ അതിന് അന്വേഷിക്കണ്ട. എന്റെ ജീവിതം, എന്റെ സമ്പാദ്യം, എന്റെ ഹൃദയം എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാ സമർപ്പിച്ചത്. അതൊക്കെ ആ കാൽ കീഴിലിട്ട് തരുമ്പോ ഒരു പന്ത് തട്ടുന്ന ലാഘവത്തോടെ ഹരി അത് കൈകാര്യം ചെയ്ത് ഞാൻ ഓർത്തില്ല. ഇനഫ് ഹരി, ഇനഫ്. തൃപ്തിയായി. ഒന്ന് ഞാൻ പറയാം, ഇതുവരെ ഒരു മണ്ടിയെ പോലെ നിന്നു തന്നു ഗൗരി. ഇനി ആ ഗൗരി ആവില്ല നിങ്ങൾ കാണുന്നത്. ഇറങ്ങിപ്പോവാൻ ഹരി എന്നെ കൊണ്ട് പറയിക്കരുത്. ഹലോ ഗൗരിയ. എന്താ വിശേഷം? വിശേഷം എനിക്കല്ല, മൈനയ്ക്ക. അറിഞ്ഞു, ദിവ്യഗർഭം അല്ലേ? അല്ല, അർജുന ഗർഭം. മനസ്സിലായില്ല. എല്ലാം മനസ്സിലായി വന്നപ്പോഴേക്കും പെണ്ണിന് മാസം ഒന്ന് കഴിഞ്ഞു. വല്ലം പറയാനുണ്ടെങ്കിൽ നേരെ ചുവ പറ, അല്ലാതെ ചുമ്മാ കാട് കയറി പോവാതെ. എന്നാ വ്യക്തമായിട്ട് പറയാം, മൈന ഗർഭിണിയാ. അർജുനോട് വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ. ഈ അവസ്ഥയിൽ അവളെ ഇവിടെ നിർത്താൻ പറ്റില്ല. അയ്യോടി, ഇതാ ഇപ്പൊ നന്നായി. പെണ്ണ് മാനം കയറി നടന്നേന് എന്റെ അനിയൻ എന്ത് പഴിച്ചു? ചുമ്മാ തർക്കിക്കാതെ നീ അവനെ വിളിച്ച് ചോദിക്ക്. അവന്റെ കുഞ്ഞ് അവളുടെ വയറ്റില്. മൈന തന്നെ അത് സമ്മതിച്ചു. ആ പരിപ്പ് ഈ കലത്തിൽ വേവില്ല ഗൗരി. നീ നിന്റെ കെട്ടിയോനെ ശരിക്കൊന്ന് വിസ്തരിക്ക്. കള്ളം കപ്പലിൽ തന്നെ ആയിരിക്കും. Just mind your words, okay? നീ ആദ്യം അർജുനെ വിളിച്ച് ചോദിക്ക്. സത്യം പുറത്തു വരും, എന്നിട്ട് സംസാരിച്ചാ മതി. നീ നിന്റെ കെട്ടിയോനെ ശരിക്കൊന്ന് വിസ്തരിക്ക്. കള്ളം കപ്പലിൽ തന്നെ ആയിരിക്കും. മുത്തശ്ശനറിയോ മൈനയുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന്? അറിയില്ലെങ്കിൽ കേട്ടോ, നമ്മുടെ അർജുൻ. അമ്മ ചൂണ്ടിക്കാണിക്കുന്നത് ആരോ, അതാണ് മക്കൾക്ക് അച്ഛൻ. അപ്പോ മൈനെ പ്രസവിക്കുന്ന കുഞ്ഞിന് ഉത്തരവാദിത്വം പറയേണ്ടത് നമ്മുടെ അർജുനായിരിക്കും. പറയാതെ പിന്നെ ഞാനാണോ കള്ളം പറയുന്നത്? അവളങ്ങനെ കള്ളം പറയുന്ന പ്രകൃതമായിരുന്നില്ലല്ലോ മോളെ. അപ്പൊ അവള് നേരത്തെ തന്നെ ഗർഭം ഉണ്ടാക്കുന്ന പ്രകൃതമായിരുന്നോ? മറ്റുള്ളവരുടെ വിഴുപ്പ് ചുമക്കേണ്ട കഴുതയാണോ മുത്തശ്ശ നമ്മുടെ അർജുൻ? അവളങ്ങനെ പറഞ്ഞെന്ന് കരുതി അർജുനാവോ മോളെ ആ കുട്ടിയുടെ അച്ഛൻ? അവൾ അങ്ങനെ പറയാൻ പാടുണ്ടോ മുത്തശ്ശ? 16 വയസ്സ് വരെ ഈ വീട്ടിലല്ലേ അവള് വളർന്നത്. അത്രയും നാളത്തെയൊന്നും വേണ്ട. ഒരു നേരമുണ്ട്, ഒരു ഉരുള ചോറിന്റെ നന്ദി മാത്രം മതിയായിരുന്നു അവൾക്ക് അർജുനെ ഇതിലേക്ക് വലിച്ചഴിക്കാതിരിക്കാൻ. ഇവിടെ പറഞ്ഞതൊക്കെ നീ കേട്ടോടാ മോനെ? കേട്ടു മുത്തശ്ശ.
മൈനയുടെ കുഞ്ഞിന്റെ അച്ഛൻ അർജുനൻ. അർജുനൻ മൈന മാത്രമുള്ളപ്പോ പല സമയത്തും നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, അതെനിക്കറിയാം. പക്ഷെ നിന്നോട് വെറുപ്പായിരുന്ന മൈനയ്ക്ക് എപ്പോഴാ സ്നേഹമായെന്ന് എനിക്കറിയില്ല. സത്യത്തിൽ എനിക്കിതൊന്നും വിശ്വസിക്കാനും കഴിയുന്നില്ല. മാനസിക തെറ്റ് പറ്റിയാലും മൈനയ്ക്ക് തെറ്റ് പറ്റില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചാ ഞാൻ. പറയ അർജുന, ഇങ്ങനൊരു തെറ്റ് പറ്റാൻ എന്ത് പ്രേരണയാണ് നിന്നുണ്ടായത്? അവളുടെ കുഞ്ഞിന്റെ അച്ഛനെ തപ്പി ഇറങ്ങിയതാണോ SP സാർ? അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. നീയാണ് ഉത്തരവാദിയെന്ന് മൈന പറഞ്ഞു കഴിഞ്ഞു. അല്ലാന്ന് ഞാൻ പറഞ്ഞാലോ? വല്ലപ്പോഴും ഒന്ന് വന്നു പോകുന്ന ആളല്ലേ ഞാൻ. ഒരുത്തനെ കട്ടിലിന്റെ അടിയിൽ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറെ കാലം, അവനായിക്കൂടെ? സിദ്ധാർത്ഥൻ അങ്ങനെ ഒരു നെറുകേട് കാണിക്കില്ല. എന്നാ പിന്നെ നിങ്ങളായിക്കൂടെ? SP ഹരിശങ്കർ എന്താ പച്ചക്കരിമ്പ് പോലത്തെ ഒരു പെൺകുട്ടിയെ കിട്ടിയ കഴിക്കൂ? അർജുന, ആവശ്യമില്ലാതെ സംസാരിക്കരുത്. എന്റെ അനിയത്തി കുട്ടിയ മൈന, അവൾക്ക് ഞാൻ സ്വന്തം ഏട്ടനാ. മരിക്കുന്നവരെ അത് അങ്ങനെ തന്നെ ആയിരിക്കും. വകയിലുള്ള പെങ്ങന്മാരൊക്കെ ആദ്യം പെങ്ങന്മാരായിട്ട് തന്നെ കാണുക. പക്ഷേ ചില സാഹചര്യത്തിൽ മനസ്സങ്ങ് കൈവിട്ടു പോകും.